ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗ്രാമത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമുണ്ട്. ടെർമിനൽ എന്ന് പറയും. എൻ്റെ വീട്ടിൽ നിന്നും 2 വീലറിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 6-7 മിനിറ്റ് ദൂരം മാത്രമുള്ള ഈ സ്ഥലത്ത് പുറത്തുനിന്ന് ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഈ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ഒരു വൈകുന്നേരം 5-5:30 മുതൽ കാണാൻ പോകണം. കാരണം ആ സമയത്ത് നല്ല വെയിലൊക്കെ കുറഞ്ഞ് സൺസെറ്റും തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് നല്ല അന്തരീക്ഷമായിരിക്കും. ഇപ്പോൾ ആലപ്പുഴ പുന്നമടക്കായലിലുള്ള ഹൗസ് ബോട്ടുകളുടെ സ്റ്റേ ഈ ഒരു കായലിലേക്ക് മാറ്റി ബോട്ടുകൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ടെർമിനൽ ഉണ്ടാക്കിയത്. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഇതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. എങ്കിലും ടെർമിനലിൽ വരാനും ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഒത്തിരി പേര് പുറത്തുനിന്ന് വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്ന ഒരുപാട് പേര് ഈ ടെർമിനലിൽ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ചെറിയ ശിക്കാര വള്ളങ്ങളിലും സ്പീഡ് ബോട്ടിലും ചെറിയ വള്ളങ്ങളിലും ഇവിടെ വരുന്നവരൊക്കെ കറങ്ങാനും പോകുന്നുണ്ട്. അങ്ങനെ വലിയ തുകയൊന്നും അവർ വാങ്ങാറില്ല. ഇവിടെ വരുന്നവർ വീണ്ടും വരണമല്ലോ, അതാണ് അവരുടെ ആഗ്രഹം. ഈ ടെർമിനലിൽ എത്തണമെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ ബാലികേറാമലയെന്ന് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പണി തന്നെയാണ്. ഈ കൽക്കെട്ടിലൂടെയും ഈ ചെറിയ പാലവും പിന്നെ ഈ വെള്ളത്തിലൂടെ നീന്തിയൊക്കെ വേണം പോകാനായിട്ട്. ഈ ഒരു സമയത്ത് അധികം വെള്ളമില്ലെങ്കിലും മഴയൊക്കെ കൂടി ഈ ജൂലൈ ഓഗസ്റ്റൊക്കെ ആകുമ്പോൾ മുട്ട് വരെയോളം വെള്ളം കാണും. അപ്പം അത്രയും വെള്ളമൊക്കെ നീന്തി വേണം ഈ ടെർമിനലിലോട്ട് പോകാനായിട്ട്. എന്നാലും അത് ഒരു രസമാണ് കേട്ടോ. അങ്ങ് ദൂരെ ആ കാണുന്നതാണ് ടെർമിനൽ. ക്യാമറയിലൂടെ നോക്കുമ്പോൾ കുറച്ച് ദൂരമായിട്ട് തോന്നുമെങ്കിലും ഇങ്ങനെ ഈ വെള്ളത്തിലൂടെയൊക്കെ നീന്തി ചാടിയൊക്കെ പോകുമ്പോൾ നമുക്കതൊരു രസമായിട്ട് അങ്ങ് വന്നോളും. എങ്കിലും റിസ്ക്കാണ് ഇതിലൂടെയൊക്കെ പോകുന്നത്. നല്ലതുപോലെ ശ്രദ്ധിച്ച് നടന്നാൽ മതി. സത്യത്തിൽ ഇവിടെ വരുന്നവർക്ക് ഇങ്ങനെ നീന്തിയും ചാടിയും ഒക്കെ പോകാനാണ് ഇഷ്ടം. എനിക്ക് തോന്നുന്നത് ഈ അഡ്വഞ്ചറായിട്ടുള്ള ഈ ഒരു വഴിയും ആളുകൾ കൂടുതൽ ഇങ്ങോട്ടൊക്കെ ആകർഷിക്കുന്നത്. നമ്മൾ നടക്കുമ്പോൾ നമുക്കെതിരെ ആരെങ്കിലും ഒരാൾ വന്നാൽ മാറിക്കൊടുക്കാൻ പോലും വീതിയില്ലാത്തത്ര ചെറിയ വഴിയാണ്. ഇതേ കണ്ടില്ലേ, ഞാൻ ഇങ്ങോട്ട് മാറി കൊടുത്തതിന് ശേഷമാണ് ഇവരെല്ലാവരും അങ്ങോട്ട് നടന്നു പോകുന്നത്. പിന്നെ ഈ കാണുന്ന ഉണങ്ങിയ മരത്തിൻ്റെ ചിഗര എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല. എന്തായാലും അതും ഒരു രസമാണ്. അതിനെ മറികടന്ന് ഇങ്ങനെ ചാടി ഇറങ്ങി നീന്തി ഒരു യാത്ര നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. നേരെ ഇരുട്ടാൻ തുടങ്ങി. ഈ സമയത്തുള്ള കായലിലെ കാഴ്ചകൾ അത് ഞാൻ നിങ്ങളെ എൻ്റെ ഫോണിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ അത് കണ്ടു നോക്കുക കേട്ടോ. നിലവിൻ കണമായി അതിരാവിലും നിറമായി മണമായി കിനാവിലും മായാവിരലായി മണിവീണയായി മാനസം വീട്ടിടും ഓർമ്മത്താടുകൾ നേരത്തെ ഇവിടെ വരുന്നവർക്ക് പാസ് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരാൾക്ക് 30 രൂപ എടുത്ത് പാസ് എടുക്കണം. 30 രൂപ കൊടുത്ത് കാണുക എന്ന് പറഞ്ഞാൽ അതൊരു നഷ്ടമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞങ്ങൾ അവിടെ നിന്നിറങ്ങി നേരെ പോയത് ബജിക്കടയിലേക്കാണ്. അവിടെ നിന്നും 2 പ്ലേറ്റ് ബജിയും ഒരു കോഫിയും വാങ്ങി കഴിച്ചു. മോക്ക് കോഫി വേണ്ടായിരുന്നു, ഞാൻ വാങ്ങി കുടിച്ചു. കുറച്ച് മധുരമൊക്കെ കൂടുതലായിരുന്നു, എങ്കിലും ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നല്ല കോഫി ആയിരുന്നു. എന്തായാലും ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ.